ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ പ്രഭാഷണത്തിൽ ചേർന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് ശ്യാംകുമാർ, സഹോദരി സഹോദരങ്ങൾ, നാളെ ഡോക്ടർ B.R. അംബേദ്കറുടെ ജന്മദിനമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തും വളരെ വിപുലമായി തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദർഭമായി ഡോക്ടർ B.R. അംബേദ്കറുടെ ജന്മദിനം ഇതിനോടകം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കാൽനൂറ്റാണ്ടിന് മുൻപ് ഡോക്ടർ B.R. അംബേദ്കറുടെ ജന്മദിനം എന്നത് വളരെ എക്സ്ക്ലൂസീവായി ഇന്ത്യയിലെ ദലിത് ജനവിഭാഗങ്ങൾ ആഘോഷിച്ചു വന്നിരുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഡോക്ടർ B.R. അംബേദ്കറുടെ ആശയങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് ലോകം കാര്യമായി മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ സാമൂഹിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഡോക്ടർ B.R. അംബേദ്കറുടെ ദർശനങ്ങളെ കൂടുതൽ അടുത്തറിയാൻ ലോകത്തെ പ്രേരിപ്പിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായും അതിൽ സംഭവിച്ചത്. ഒന്ന്, ലോകത്തെ സംബന്ധിച്ച ആലോചനകളിൽ മുഖ്യധാര ചിന്തകരോ രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രങ്ങളോ ഒരുപക്ഷെ ഗൗരവമായി എടുക്കാതിരുന്ന ഡോക്ടർ B.R. അംബേദ്കറുടെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ അംബേദ്കറെ പരാമർശിക്കാത്ത രാഷ്ട്രീയ എഴുത്തുകളോ രാഷ്ട്രീയ സംവാദങ്ങളോ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പോലും സംഭവിക്കുന്നില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ കഴിയും. അങ്ങനെ ലോകത്തിൻ്റെ തന്നെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന ഏതൊരാൾക്കും ഒരു വെളിച്ചമായി നിൽക്കുന്ന ഒരു ചരിത്ര വ്യക്തിത്വമായി ഡോക്ടർ B.R. അംബേദ്കർ സമീപകാലത്ത് മാറിത്തീർന്നിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, ഡോക്ടർ B.R. അംബേദ്കറെ സംബന്ധിച്ചിട്ടുള്ള വായനകളെ നമ്മൾ ഗൗരവമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സന്ദർഭങ്ങളോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അംബേദ്കർ വായനകൾ പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെ വിപുലമായി തീർന്നിട്ടുണ്ടെങ്കിലും നേരത്തെ അത്തരം ആലോചനകൾ പൊതുവിൽ ദളിതർക്കിടയിൽ ശക്തമായിരുന്നെങ്കിലും പൊതുസമൂഹത്തിൽ അത് വേണ്ടത്ര ഗൗരവമായി വന്നിരുന്നില്ല. പലപ്പോഴും പറയാറുള്ളത് പോലെ വളരെ സീരിയസായ വായനക്കാർ എന്നവകാശപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ ചിന്തകരും എഴുത്തുകാരും ഒരിക്കൽ പോലും അംബേദ്കറിലൂടെ കടന്നുപോയിട്ടില്ല എന്നത് നമ്മുടെ ദേശീയ ദുരന്തങ്ങളിലൊന്നാണ്. മറിച്ച് കടന്നുപോയ ജനവിഭാഗം, പ്രത്യേകിച്ച് ദളിതരും മാർജിനലൈസ് ചെയ്യപ്പെട്ടവരും, അവരുടെ ഒരു മിശിഹ എന്നതിനപ്പുറം അംബേദ്കറെ അതിവിപുലമായി വിന്യസിക്കുവാൻ ആ പ്രസ്ഥാനങ്ങൾക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ 2 സംഗതികളെയും മറികടന്നുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ B.R. അംബേദ്കർ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ ഒരു പുതിയ ചരിത്ര സന്ദർഭത്തെ മുൻനിർത്തി ഡോക്ടർ B.R. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ ഇടപെടലുകളും ഒരു ജനാധിപത്യ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ, ജനാധിപത്യ ഇന്ത്യക്ക് അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനാ നിർമ്മിതിയിൽ, അതിൻ്റെ ധാർമ്മികതയെ നിർമ്മിക്കുന്നതിൽ എങ്ങനെയാണ് ഡോക്ടർ B.R. അംബേദ്കറുടെ ജീവിതവും ദർശനവും അടയാളപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് സമകാലീന ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസം വളരെയേറെ ശക്തിപ്പെടുകയും ഒരുപക്ഷെ ഇന്ത്യയിൽ അത് അപ്രതിരോധ്യമാം വിധം ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തെ കീഴ്പ്പെടുത്തിയ സമകാലീനമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ ഒരു വിശ്വസ് സർക്കിളിൽ നിന്നും ഇന്ത്യയിലെ മനുഷ്യർക്ക് പുറത്തു കടക്കുവാനും അന്തസ്സാർന്ന ജീവിതം നയിക്കുവാനും അംബേദ്കറെ സംബന്ധിച്ച ഇത്തരം ആലോചനകൾ ഒരുപക്ഷെ കൂടുതൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു.
അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വിഷയങ്ങൾ ഭരണഘടനാ ധാർമ്മികതയും സമകാലിക രാഷ്ട്രീയവും എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കുവാൻ സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശ്യാംകുമാർ ധർമ്മശാസ്ത്രങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിലൊന്നാണ് ശ്യാംകുമാറിൻ്റേത്. അദ്ദേഹം തന്ത്രശാസ്ത്രത്തിൽ PhD നേടുകയും ഇപ്പോൾ സംസ്കൃത വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി നിർവഹിക്കുകയും ചെയ്യുന്ന ആളാണ്. അതിനൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയ തന്ത്രവിദ്യയെ സംബന്ധിച്ച് അദ്ദേഹം ഗവേഷണത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേരളം പോലൊരു സ്ഥലത്ത് ഈ പറയുന്ന ശബരിമല ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന വലിയ വിവാദ കാലത്തെ വൈജ്ഞാനികമായി പ്രതിരോധിക്കാൻ മുൻകൈയെടുത്ത ഒരാളാണ് ശ്യാംകുമാർ. അദ്ദേഹത്തിൻ്റെ ഈ ധർമ്മശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആലോചനകൾ ഒരുപക്ഷെ മലയാളിക്ക് പുതിയൊരു അനുഭവമായിരിക്കാമെന്നല്ല, അനുഭവമാണ്. ആ നിലക്ക് ധർമ്മശാസ്ത്രങ്ങളുടെ സന്ദർഭങ്ങളെ വിശദമായി പഠിച്ചുകൊണ്ട് ലോകത്തെ ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയെ അനലൈസ് ചെയ്ത വിപുലമായ പഠനങ്ങളൊന്നും തന്നെ മലയാളിയുടെ മുന്നിലില്ല. അത്തരമൊരു വലിയ തുടക്കം കുറിച്ച ഒരാളാണ് ശ്യാംകുമാർ. ഈ രണ്ട് വിഷയങ്ങളും നമ്മുടെ ഈ സമകാലീന സാഹചര്യത്തിൽ വളരെയേറെ പ്രസക്തമായൊരു കാര്യമാണ്. ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണത്തിനായി മുതിരുന്നില്ല. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, സമകാലീന രാഷ്ട്രീയ സന്ദർഭത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, അത് ഈ സമകാലീനമായ രാഷ്ട്രീയ സന്ദർഭത്തിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യൻ ദേശരാഷ്ട്രം രൂപീകരിക്കപ്പെട്ട ഒരു ചരിത്ര സാഹചര്യത്തെ സംബന്ധിച്ച് ഒരാലോചന അതിന് മുന്നുപാധിയായി ഒരു പ്രീ ടെക്സ്റ്റായി നമ്മൾ വെക്കേണ്ടതുണ്ട്. സാധാരണ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പൊതുവായ ആലോചനകളിൽ ഇന്ത്യ മഹാരാഷ്ട്രം രൂപപ്പെട്ടതിൻ്റെ ചരിത്ര സാഹചര്യത്തെ സംബന്ധിച്ച നമ്മുടെ മുഖ്യധാര വിശകലനങ്ങൾ നമ്മളോട് പറയുന്നത് ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് ആധിപത്യമുണ്ടായിരുന്ന, കൊളോണിയൽ ആധിപത്യമുണ്ടായിരുന്ന ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വന്ന ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതൃത്വമായിരുന്ന ഗാന്ധിയും അവർ നയിച്ച ദേശീയ പ്രസ്ഥാനം ഇന്ത്യയെ സ്വതന്ത്രമാക്കുകയും അങ്ങനെ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യ പരിവർത്തനപ്പെട്ടു എന്ന ഒരു പൊതു വിശകലനമാണ് നമ്മുടെ മുഖ്യധാര പാഠപുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെല്ലാവരും തന്നെ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ എന്ന ദേശരാഷ്ട്രം രൂപം കൊണ്ടത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് മാത്രമല്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നത് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരായ സമരം വളരെ പ്രധാനമാണെങ്കിലും അതുമാത്രമല്ല ആധുനിക ഇന്ത്യയെ നിർമ്മിച്ചത്. അതുമാത്രമല്ല എന്ന് പറയാൻ കാര്യം, ഈ 1800കളുടെ തുടക്കം മുതൽ ഇന്ത്യയിലെമ്പാടും വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്യുന്നുണ്ട്. ആ ഉദയം ചെയ്ത പ്രസ്ഥാനം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സായി സമാഹരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനു വെളിയിലും നിരവധിയായ പ്രസ്ഥാനങ്ങൾ ആധുനിക ജനാധിപത്യ ഇന്ത്യയുടെ നിർമ്മിതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത പലപ്പോഴും നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാർ, എഴുത്തുകാർ കാണാതിരുന്നിട്ടുണ്ട് എന്നത് നാം മറന്നുകൂടാ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ത്യയെ ഒരു ആധുനിക ജനാധിപത്യ രാജ്യമായി നിർമ്മിച്ചെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഇത്തരം പ്രസ്ഥാനങ്ങളെ, ഒരു പക്ഷേ ആഭ്യന്തര നീതിക്ക് വേണ്ടി ഇടപെട്ട പ്രസ്ഥാനങ്ങളെ ചരിത്രത്തിൽ നിന്ന് പുറത്തു നിർത്തുന്ന ഒരു ചരിത്ര രചനാ സമ്പ്രദായം ഇന്ത്യയിൽ വളരെ സുശക്തമാണ് നമ്മൾ അറിയണം. നമ്മൾ ഈ ആധുനിക ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ മൗലിക ആശയങ്ങളായിട്ടുള്ള സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങൾ അജ്ഞാതമായിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഇന്ത്യക്കാർക്ക് ജനാധിപത്യത്തിൻ്റെ മൗലിക തത്വങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ ഒരിക്കൽ പോലും ജീവിതത്തിൽ പാലിക്കാത്ത ഒരു ജനതയായിരുന്നു
ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ മറന്നുകൂടാ. അതിൻ്റെ കാരണം അങ്ങനെ സമത്വത്തെയോ സ്വാതന്ത്ര്യത്തെയോ ആഘോഷിക്കാൻ ഇന്ത്യക്കാരനെ തടഞ്ഞു നിർത്തിയത് എന്ത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായും ഇന്ത്യൻ സമൂഹത്തെ നൂറ്റാണ്ടുകളോളം ഭരിച്ചിരുന്ന ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയാണ് എന്ന ഉത്തരത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. വേറെ ഇവിടെ സാധാരണ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെ ബ്രിട്ടീഷ് ഭരണമോ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ കുഴപ്പങ്ങളോ എന്ന നിലക്കുള്ള ദേശീയാഖ്യാനങ്ങളിൽ നിന്ന് ഭിന്നമായി ഇന്ത്യയിലെ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് നീതിബോധം ഇല്ലാതെ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത് ഇന്ത്യ നൂറ്റാണ്ടുകളോളം ജീവിച്ചത് ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഹൈറാർക്കിയിലാണ് എന്നതാണ്. ബ്രാഹ്മണിസം രൂപപ്പെടുത്തിയ ജാതി വ്യവസ്ഥയാൽ നിർമ്മിതമായ ഗ്രേഡഡ് ഇനിക്വാളിറ്റി എന്ന് ഡോക്ടർ അംബേദ്കർ നിർവചിച്ച ശ്രേണീകൃത അസമത്വത്തിൽ ജീവിച്ചതുകൊണ്ടാണ് ഇന്ത്യക്ക് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ 3 പദങ്ങൾ അജ്ഞാതമായിരുന്നു. ഇന്ത്യ ഒരിക്കലും സമത്വപൂർണമായി ജീവിച്ചിട്ടില്ല എന്നതല്ല, സമത്വത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ പാരമ്പര്യം, ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ പറയുന്ന മഹത്തായ ഇന്ത്യൻ പാരമ്പര്യം എന്ന് അവർ ഉറപ്പിക്കുന്ന ഈ പറഞ്ഞ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒരിക്കൽ പോലും മനുഷ്യർ സമന്മാരാണ് എന്നവർ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരും ജന്മം കൊണ്ട് തന്നെ തുല്യരല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു ചരിത്രമാണ് ആർഷഭാരത സംസ്കാരത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിച്ച ഒരു മനുഷ്യനും, എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യൻ, എന്നെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ എന്നെപ്പോലെ തുല്യനായ ഒരാളാണ് എന്ന് കരുതിയിരുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ഒന്നുകിൽ എന്നേക്കാൾ താഴെയോ അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിലോ ആണെന്ന് മാത്രം വിചാരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യനായി തീരാത്ത ഒരു സാമൂഹിക സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ ഇന്ത്യക്ക് നൽകിയത്. സാഹോദര്യം എന്നത് അസാധ്യമായൊരു സ്ഥലമായിരുന്നു ഇന്ത്യ. എന്തുകൊണ്ടെന്നാൽ അന്യനെ സ്നേഹിക്കണമെന്നല്ല, അന്യനെ മാറ്റി നിർത്തണമെന്ന് പഠിപ്പിച്ച ഒരു നീതിബോധത്തിലാണ് ഇന്ത്യ നൂറ്റാണ്ടുകളോളം ജീവിച്ചത്. മനുഷ്യനെ നമ്മളിലേക്ക് അടുപ്പിക്കണമെന്നല്ല, അവനെ അകറ്റി നിർത്തണമെന്നാണ് ഇന്ത്യൻ നീതിശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഇതെല്ലാം മതങ്ങളാണ്, ഹിന്ദുമതം ഒരു മതമാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും മനുഷ്യനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ മതങ്ങളെന്ന് പറഞ്ഞാൽ ജീർണിച്ചതാവാം, അവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. എങ്കിലും മതങ്ങളുടെ ഉൽപ്പത്തി നടന്ന കാലഘട്ടത്തിൽ ആ മതങ്ങൾ മനുഷ്യവംശത്തെ ചില പ്രധാന തത്വങ്ങളാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന സെമറ്റിക് മതങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ഇസ്ലാം മതം ഇന്ന് വളരെ ഏറെ കുഴപ്പം പിടിച്ചൊരു മതമാണെന്നൊരു പൊതുധാരണ വളരെ ശക്തമാണ്. ആ ധാരണ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, ആ മതം യഥാർത്ഥത്തിൽ കരുണയെക്കുറിച്ച് മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ കാരുണ്യമുള്ളവനായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചൊരു മതമാണ്. ക്രിസ്തുമതം അന്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചൊരു മതമാണ്. ബുദ്ധൻ അഹിംസയിൽ വിശ്വസിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചൊരു. ഇങ്ങനെ മനുഷ്യനെ ഏതെങ്കിലും തത്വം പഠിപ്പിക്കുക എന്നതാണ് എല്ലാ മതങ്ങളും ഏറ്റെടുത്ത ദൗത്യമെങ്കിൽ, ഹിന്ദുമതമെന്ന് ഇന്ന് നാം വിളിക്കുന്ന മതം മനുഷ്യവംശത്തെ എന്താണ് പഠിപ്പിച്ചത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വസ്തുനിഷ്ഠമായി നമ്മൾ അന്വേഷിച്ചാൽ അത് വിലക്കുകളാണ് പഠിപ്പിച്ചത് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതൊരിക്കലും മനുഷ്യൻ ഈ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ മഹാമുനിമാർ ആ പുസ്തകങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ശ്യാംകുമാർ ആധികാരികമായി ആ പുസ്തക വ്യാഖ്യാനങ്ങളിൽ അടങ്ങിയിട്ടുള്ള മനുഷ്യവിരുദ്ധത പറയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ ഈ മതം എന്ന് പറയുന്ന, ഹിന്ദുമതം എന്ന് പറയുന്ന മത സംഹിത നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ വിലക്കുകളാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവരോട് കൂടരുത്, ഇവരോട് കൂടരുത്, അവരെ കല്യാണം കഴിക്കരുത്, അവരെ വീട്ടിൽ കയറ്റരുത്, അവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന വിലക്കുകളാണ് ഈ ഹിന്ദുമതം യഥാർത്ഥത്തിൽ ഇന്ത്യയെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ബ്രാഹ്മണിസത്തെക്കുറിച്ച് പറയുമ്പോൾ, ബ്രാഹ്മണിസം എന്താണ്, ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിന്ദുമതം എന്താണെന്ന ചോദ്യത്തിന് അത് വിലക്കുകളുടെ തത്വശാസ്ത്രമാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. വിലക്കുകളുടെ തത്വശാസ്ത്രമാണ് എന്ന് ആണ് ഹിന്ദുമതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ആ മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ, വേദങ്ങളെയും ഇതിഹാസങ്ങളടക്കമുള്ള
വ്യവഹാര മണ്ഡലങ്ങളെ പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ടല്ലാതെ ഇന്ത്യക്കാർക്ക് ജനാധിപത്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് അംബേദ്കർ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യം എന്നത് ജാതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ജാതിയുടെ മേഖലയെ മറികടന്ന് ഒരു മനുഷ്യൻ പുറത്തു കിടന്നാൽ തീർച്ചയായും ആക്രമിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ അറിയണം. ഫലത്തിൽ ആധുനിക സാമൂഹ്യ ജീവിതം ആഘോഷിക്കുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യങ്ങളെ ആചാരപരമായി റദ്ദ് ചെയ്ത ഒരു സമൂഹമായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ദേശീയ പ്രസ്ഥാനവും ഗാന്ധിയും ഒക്കെ അടങ്ങുന്ന വിഭാഗമാണ് ജനാധിപത്യത്തെ നിർമ്മിച്ചത് എന്നാണ് പറയുക. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് ആ കാര്യത്തിൽ കാര്യമായ പങ്കില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ദേശീയ പ്രസ്ഥാനം ഇന്നത്തെ കോൺഗ്രസിനെ കുറിച്ചല്ല, മഹാത്മാഗാന്ധിയുടെ കാലത്തുള്ള കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞു. ഒരിക്കലും ജനാധിപത്യം എന്ന തത്വത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച ഒരു സംഘമല്ലത്. മഹാത്മാഗാന്ധി തന്നെ മഹാത്മാഗാന്ധി ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ, ത്യാഗിയായ, ബെനവോളൻ്റായിട്ടുള്ള മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ലോകത്തിൻ്റെ തന്നെ ഒരു ആധികാരിക വക്താവായിരിക്കുകയും മനുഷ്യവംശത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഉദാരവാനാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉദാരവാനായ മനുഷ്യനാണ് ഗാന്ധി. ബട്ട് ഹി വാസ് നോട്ട് എ ഡെമോക്രാറ്റ്. അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ തത്വങ്ങളെ മുൻനിർത്തി ജീവിച്ചയാളോ പ്രവർത്തിച്ചയാളോ അല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും പ്രത്യേകിച്ച് ഹരിജനങ്ങളെന്ന് അദ്ദേഹം വിളിച്ച ഏറ്റവും ബഹിഷ്കൃത ജനവിഭാഗങ്ങളൊക്കെ സ്നേഹിച്ച ആളാണ്. പക്ഷേ ജനാധിപത്യം എന്ന തത്വത്തെ മുൻനിർത്തിയല്ല അദ്ദേഹം ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് ആരോടെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അതെൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണെന്ന് പറഞ്ഞ ഒരാളാണ് ഗാന്ധി. ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്വമുള്ളത് എന്നാണ്. അപര മനുഷ്യരോടല്ല, അപര സമൂഹങ്ങളോടുമല്ല, ലോകത്തോടുമല്ല. എൻ്റെ ആത്മാവിൻ്റെ വിളി, അതിനോടാണ് എനിക്ക് ഉത്തരവാദിത്വമുള്ളതെന്ന് ഗാന്ധി പറയുമ്പോൾ ആത്മാവിൻ്റെ വിളിയുടെ ആബ്സല്യൂട്ട് ശരിയെ സംബന്ധിച്ചിട്ട്, ആത്യന്തികമായ ശരിയെ സംബന്ധിച്ച് സംശയമേ ഇല്ലാത്ത ആളായിരുന്നു ഗാന്ധി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയും ദേശീയ പ്രസ്ഥാനവുമാണ് ഇന്ത്യയിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ നിർമ്മിച്ചത് എന്നതൊരു കെട്ടുകഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വിലക്കുകളുടെ തത്വശാസ്ത്രത്തിനെതിരെ നീങ്ങിയ ഈ വിലക്കുകളുടെ തത്വശാസ്ത്രത്തെ മറികടന്ന് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച ആഭ്യന്തര നവീകരണത്തിൻ്റെ, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ നീതി വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് നടന്ന മഹാപ്രക്ഷോഭങ്ങളാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് നവോത്ഥാനമെന്ന് പൊതുവിൽ വിളിക്കപ്പെട്ട ആഭ്യന്തര സമത്വത്തിനു വേണ്ടി നടത്തിയ മഹാപ്രക്ഷോഭങ്ങളാണ് ഇന്ത്യയിലെ മനുഷ്യരെ നീതിയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയായി നാം അവിടെ നിന്നാൽ മാത്രമേ, അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പോലും നമുക്ക് പിടികിട്ടൂ. അതല്ലെങ്കിൽ മോഡിയെപ്പോലെ ഒരു ഭരണാധികാരിയുടെ കുഴപ്പമായോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കുഴപ്പമായോ ഒക്കെ നമ്മളതിനെ ചുരുക്കിക്കാണുകയും യഥാർത്ഥത്തിൽ സമൂഹം നേരിടുന്ന ഗൗരവതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയെ നമുക്ക് ബോധ്യപ്പെടാതെ വരികയും ചെയ്യുമെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മുഖ്യധാര എഴുത്തുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രചരിപ്പിച്ചൊരു വലിയ നുണയെ തകർത്തുകൊണ്ടല്ലാതെ, അതിനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടല്ലാതെ യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി എവിടെ നിന്നാണ് ശബ്ദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവില്ല എന്നതാണ്. ആ ചരിത്രപരമായ വസ്തുതയെ മുൻനിർത്തി വേണം നമ്മൾ ഈ പറയുന്ന സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ. ഈ പറയുന്ന ഇന്ത്യക്കകത്ത് നീതിക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങൾ ഞങ്ങൾക്കെല്ലാം നീതി വേണം, ഞങ്ങൾക്കെല്ലാം നീതി വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്ഷോഭമായിരുന്നില്ല. വെറുതെ എല്ലാവർക്കും നീതി കൊടുക്കണമെന്നൊരു പ്രക്ഷോഭം ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നില്ല ഒരു ഘട്ടത്തിൽ. അതിന് വസ്തുതാപരമായൊരു കാരണമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള അല്ലെ അരനൂറ്റാണ്ട് മുമ്പുള്ള ഇന്ത്യൻ സമൂഹത്തെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ ഹേറ്റ് ക്രൈം എന്ന് വിളിക്കാവുന്ന, വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കാവുന്ന
ഒരു സമൂഹമാണ് നമ്മുടേത്. ഈ വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ ഒരു ഹെയ്റ്റ് ക്രൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ആക്രമിക്കപ്പെടുന്ന വ്യക്തി, കൊല്ലപ്പെടുന്ന വ്യക്തി വ്യക്തിപരമായ കുറ്റം ചെയ്തതുകൊണ്ടല്ല ആക്രമിക്കപ്പെടുന്നത്, ചില പ്രത്യേക വിഭാഗത്തിൽ പെടുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവർ ആക്രമിക്കപ്പെടുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഹെയ്റ്റ് ക്രൈമിൻ്റെ വളരെ വലിയ ഒരു സോഷ്യൽ മണ്ഡലം ഉള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നീതി ഒരു വിഭാഗത്തിനും തന്നെ ലഭ്യമായിരുന്നില്ല. ഒരു വിഭാഗം നീതി ആവശ്യപ്പെട്ടാൽ തന്നെ, ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞാൽ തന്നെ തൊട്ടടുത്ത വിഭാഗത്തിന് നീതി കൊടുക്കരുതെന്ന് കൂടി പറയുന്ന വിചിത്ര മനുഷ്യരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ആദ്യമായി സംവരണത്തിന് വേണ്ടി വാദിച്ച വിഭാഗം കേരളത്തിലെ നായന്മാരാണ്. മലയാളി ശൂദ്രരാണ്. 1891 മലയാളി മെമ്മോറിയലിലൂടെ അവർ പറഞ്ഞൊരു കാര്യം, ഈ നാട്ടിലെ മുഴുവൻ ജോലിയും ആന്ധ്രാ ബ്രാഹ്മണരും തമിഴ് ബ്രാഹ്മണരും തട്ടിക്കൊണ്ടു പോകുന്നു. ഞങ്ങളുടെ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന പ്രജകളായ ഞങ്ങൾക്ക് ജോലി കിട്ടണം എന്നാണ് പറഞ്ഞത്. എന്നാൽ റിസർവേഷനാണ്, റിസർവേഷൻ്റെ ഒരു ഫോമാണ് അവർ പറയുന്നത്. എന്നാൽ അവരിപ്പോൾ പറയുന്നത് നമ്മൾ നോക്കി, അവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംവരണത്തിനെതിരെ നിൽക്കുന്ന വലിയ സാമൂഹ്യ ശക്തികൾ. ഇവർ യഥാർത്ഥത്തിൽ സംവരണത്തിലൂടെ ജീവിതം തുടങ്ങിയ ആൾക്കാരാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവർ സംവരണ വിരുദ്ധരായിട്ടാണ് പിന്നെ രംഗപ്രവേശനം ചെയ്തത്. മറ്റുള്ളവർക്ക് കൊടുക്കരുത്, ഒരു പ്രത്യേക പരിഗണന ആർക്കും കൊടുക്കാൻ പാടില്ല, അത് ജനാധിപത്യത്തിനെതിരാണ് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇങ്ങനെ നീതി എല്ലാവർക്കും വേണ്ടിയല്ല ആവശ്യപ്പെടുന്നത്, നമുക്ക് വേണ്ടി മാത്രം നീതി ആവശ്യപ്പെടുന്ന വിചിത്രമായ ഒരു ലോകമായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അത് അന്നത്തെ നേതാക്കന്മാരുടെ സങ്കുചിതത്വം കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയിൽ അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. ഓരോ വിഭാഗവും നീതി ചോദിക്കാൻ നിർബന്ധിക്കപ്പെടുമായിരുന്നു. ഇന്ത്യയിൽ ഡോക്ടർ BR അംബേദ്കർ വളരെ വ്യക്തമായും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യക്കകത്ത് ഉയർന്നവനും താഴ്ന്നവനും എന്ന ഒരു കാറ്റഗറി ഇല്ല, ഉള്ളവനും ഇല്ലാത്തവനും എന്ന കാറ്റഗറിയും ഇല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉള്ളത് ഉയർന്നവരിൽ തന്നെ തട്ടുതട്ടായിട്ടാണ്. ദർ ഈസ് ഹയർ ആൻഡ് ഹയസ്റ്റ് സെക്ഷൻ ഇൻ സൊസൈറ്റി. അവിടെ ഉയർന്നവരുണ്ട്, അതിനേക്കാൾ ഉയർന്നവരുണ്ട്, അത്യുന്നതമായി ഉയർന്നവരുണ്ട്. ഈ ഏറ്റവും ഉയർന്നവൻ തൊട്ട് താഴെ നിൽക്കുന്ന ഉയർന്നവനോട് കൂടില്ല, അവിടെ വിലക്കുകളുണ്ട്. അതിൻ്റെ താഴെ അവൻ ഉയർന്നതൊക്കെ ആയിരിക്കും, പക്ഷെ മറ്റവൻ കൂട്ടത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. താഴെയും ഇങ്ങനെ തന്നെയാണ്, ലോവർ ആൻഡ് ലോവസ്റ്റ് എന്നാണ്. അപ്പം ഏറ്റവും ലോവസ്റ്റായി കിടക്കുന്ന ആളെ ലോവറായ ആൾക്കാർ കൂട്ടത്തില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ ഈ ദളിത് മേഖല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ജാതി ബോധമുള്ള മനുഷ്യർ അവരെക്കാൾ കുറഞ്ഞവരാണ് മറ്റേ ജാതിക്കാരെന്നാണ് വിചാരിക്കുന്നത്. ഇവരെല്ലാം ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ച ഒരേ വിഭാഗം. പുലയൻ വിചാരിക്കുന്നത് ഉള്ളാടൻ അവനേക്കാൾ താഴ്ന്നതാണെന്നാണ്, പറയൻ വിചാരിക്കുന്നത് പുലയൻ അവനേക്കാൾ താഴ്ന്നതാണെന്നാണ്. ഈ പുലയനും പറയനും ഉള്ളാടനും വെട്ടുവനും ഒക്കെ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിലും ഒന്ന് തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ ദൃഷ്ടിയിലും ഒന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ സ്വന്തം ദൃഷ്ടിയിൽ അവർ വ്യത്യസ്തരാണെന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. ഈ നിലക്ക് ലോവർ ആൻഡ് ലോവസ്റ്റ്, ഹയർ ആൻഡ് ഹയസ്റ്റ് എന്ന വിഭജനമാണ് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിലുള്ളത്. അതിനെ അത്തരമൊരു വിചിത്രമായ ഘടനയുണ്ടായിരുന്നുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം ഏറ്റവും ലോവസ്റ്റ് വിഭാഗം നടത്തുമ്പോൾ ലോവറായി നിൽക്കുന്നവൻ തടയും. അങ്ങനെയാണ് അയ്യങ്കാളി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈഴവരും മുസ്ലിങ്ങളും അടക്കമാണ് നായന്മാരുടെ കൂടെ അയ്യങ്കാളി തടയുന്നത്. അതുപോലെ ഈഴവർ സ്കൂൾ കെട്ടുമ്പോൾ നായന്മാരാണ് സ്കൂളിൽ തീ വെക്കുന്നത്. നായന്മാർ ചെന്ന് ജോലി ചോദിക്കുമ്പോൾ ബ്രാഹ്മണർ അവരെ തടഞ്ഞു നിർത്തുന്നത്. ബ്രാഹ്മണർ ഈ 891 മെമ്മോറാണ്ടം കൊടുത്ത് അവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു തമിഴ് ബ്രാഹ്മണൻ കേരളത്തിലെ നായന്മാരെ അടച്ചു വെല്ലുവിളിക്കുന്നുണ്ട്. പുള്ളി പറയുന്നൊരു കാര്യം, നിങ്ങളിവിടെ കിടന്ന ബഹളമൊന്നും വെക്കണ്ട, നിങ്ങൾ മദ്രാസിൽ പോയി ഒരു നായർ BA എടുത്തുകൊണ്ട് പോകാൻ ഞാൻ എൻ്റെ മീശ പഠിച്ചു മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ യുദ്ധം നമ്മൾ വിചാരിക്കുന്നത് കുറേ ഇല്ലാത്തവരും കുറേ ഉള്ളവരും, കുറേ സവർണരും കുറേ അവർണരും, അങ്ങനെ ഒരു വിഭജനമല്ല ഇന്ത്യൻ സൊസൈറ്റി എന്ന്. ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്, വളരെ കോംപ്ലക്സിറ്റി ഉള്ള ഒരു സമൂഹമാണ്. ഇവിടെ നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് പല ഡയമെൻഷനാണ്, പല രൂപത്തിലാണത് സംഭവിക്കുക. ഏറ്റവും കീഴ്ത്തട്ട് നീതി ചോദിക്കുമ്പോൾ ഏറ്റവും മേൽത്തട്ട് ഇതിനെ തടയുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിക്കലും പ്രായോഗികമായി ബ്രാഹ്മണരും ദളിതരും തമ്മിലൊരു കലാപം നടന്നിട്ടില്ല, നടക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കാണാൻ മേലാത്തൊരാളതിൻ്റെ കാര്യം. ബ്രാഹ്മണൻ്റെ കണ്ണിൽ പെട്ടാൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കലാപമില്ലാത്തത്. അഡ്ജസൻ്റ് ജാതിയാണ് യുദ്ധം ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഈഴവരും പുലയരും നമ്മൾ യുദ്ധം കൂടുതലാണ് കേരളത്തിൽ, താരതമ്യേന കൂടുതലാണ്, എണ്ണം കൂടുതലാണ്. ഇതാണ് ഈ ഒരു വിഭജനമാണ് ഈ SNDP വർഷങ്ങളായിട്ട് NSSനോട് പറയുന്നത്, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. പക്ഷേ സുകുമാരൻ നടക്കിയാൽ പറയാൻ കാര്യം ഞങ്ങൾ നായന്മാരാണ് ഈ പറയുന്നതിനർത്ഥം, നിങ്ങൾ ഈഴവരാണെന്ന് മാറി നിന്നോണെന്നാണ് ഈ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ വിഭജനം വളരെ വിചിത്രമായതുകൊണ്ട് നീതിയെ സംബന്ധിച്ച നമ്മുടെ ബോധ്യങ്ങളും വിചിത്രമാണ്, ധാർമ്മികതയെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യങ്ങളും വളരെ വിചിത്രമാണ്. നമ്മുടെ ധർമ്മബോധം കേവലം മനുഷ്യൻ്റെ ധർമ്മബോധമല്ല, അങ്ങനെ ഒരു മാനവികത നമ്മൾ പരിശീലിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ധർമ്മബോധം പ്രവർത്തിക്കുന്നത് ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റിക്കകത്താണ്. ചില പ്രത്യേക രൂപത്തിൽ അത് പ്രവർത്തിക്കത്തുള്ളൂ. ഈ പ്രത്യേക രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ളൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഈ മുകൾത്തട്ടിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തോന്നുന്നു. മുകൾത്തട്ടിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ, കീഴ്ത്തട്ടിൻ്റെ നമ്മുടെ പ്രശ്നമല്ല. അപ്പം കീഴ്ത്തട്ട് എന്ന് പറയുന്നത് അവർ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്വാഭാവിക കാര്യമാണ്. ഒരു പുലിയക്കുടിലിൽ അല്ലെ ഒരു പറയക്കുടിലിൽ അല്ലെ ഒരു ഉള്ളാടൻ്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മലയാളിയും ഞെട്ടത്തില്ല. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ മനുഷ്യരല്ലാത്ത കൊണ്ടൊന്നും അല്ല, അവരെ മനുഷ്യരായിട്ടൊക്കെ നമ്മൾ എണ്ണുന്നത്. പക്ഷേ ആ ദാരിദ്ര്യം സ്വാഭാവികമാണ് നമ്മൾ വിചാരിക്കുന്നത്, അത് അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്ന്. പക്ഷെ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പുലേനും പറയനും ഉള്ളാരനും അടക്കം നിലവിളിക്കും. അവർക്ക് പ്രശ്നം അത് താങ്ങാൻ പറ്റത്തില്ല, കാരണം അവരത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആ വ്യവസ്ഥയ്ക്കകത്ത് ബ്രാഹ്മണൻ ദാരിദ്ര്യം അനുഭവിക്കാൻ പാടില്ല എന്ന ഒരു അബോധം നമ്മളെ നിരന്തരമായി വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് സജീവം അതെങ്ങനെയെങ്കിലും പരിഹരിച്ചേ പറ്റുമെന്നുള്ള. ഇവൻ്റെ വീട്ടിൽ പട്ടിണി, അതല്ല പരിഹരിക്കുക, അവിടെ പട്ടിണി, അത് പരിഹരിച്ചിട്ടേ ബാക്കി കാര്യങ്ങളൊന്നും ഇവൻ തീരുമാനിക്കുക. ഈ നിലക്ക് വളരെ വിചിത്രമായ നീതിബോധവും വളരെ വിചിത്രമായ ധാർമ്മിക വ്യവസ്ഥയും പ്രവർത്തിച്ചൊരു സ്ഥലമാണ് നമ്മുടെ രാജ്യം. അവിടെ നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ പല രൂപത്തിലാണ് സംഭവിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു പുതിയ ഗവൺമെൻറ് എന്ന് പറയുന്നത് MLA-മാരും MP-മാരും മാത്രമല്ല, ആധുനിക ദേശരാഷ്ട്രത്തിലെ ഉദ്യോഗമടക്കമുള്ള പദവികൾ എല്ലാ സാമൂഹിക വിഭാഗങ്ങൾക്കും വേണമെന്നാവശ്യപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ നീതിക്ക് വേണ്ടി പൊരുതിയത്. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്, സഹോദരന്മാരാണെന്ന് പറഞ്ഞവരല്ല നീതിക്ക് വേണ്ടി പൊരുതിയത്. മറിച്ച് ഞങ്ങൾക്കും നീതി വേണം, ഞങ്ങളുടെ ആൾക്കാരും ഭരിക്കുന്നിടത്തുണ്ടായിരിക്കണം, ഞങ്ങളുടെ ആൾക്കാർക്കും അധികാരവും വിദ്യാഭ്യാസവും സമ്പത്തും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞവരാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ട്രഡീഷണൽ ഘടനയെ മറികടന്ന് നീതിയുടെ ആദ്യത്തെ വെളിച്ചമുണ്ടാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല ഈ ഭരണകൂടം ഒരു വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഭരണകൂടം ഒരു വലിയ കുഴപ്പമാണ്, ഭരണകൂടത്തെ തകർക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഭരണാധികാരികൾ, ഭരണകൂടം, നിയമനിർമ്മാണം ഒക്കെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിലെ പല നിയമനിർമ്മാണങ്ങളും ഭരണകൂട നടപടികളും യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ തിരുവിതാംകൂറിലെ ഈ അടിമത്തം ആരാണ് നിർത്തലാക്കിയത്, ആരാണ് മുൻകൈ എടുത്തത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു വിപ്ലവകാരിയല്ല അടിമത്തത്തിനെതിരെ വർത്തമാനം പറഞ്ഞത്. മറിച്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവിധ ഘടകങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന പുതിയ സാഹചര്യം ഒക്കെയാണ് ഈ അടിമത്തത്തെ നിരോധിക്കുന്നതിലേക്ക് എത്തിച്ചത്. അടിമത്ത നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ കത്തെഴുത്ത് നടത്തുന്നത് ആരാണ്? മലയാളികളല്ല, നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്ന മിഷണറിമാരാണ് ആദ്യമായി എഴുത്തുകുത്തുകൾ നടത്തുന്നത്. മിഷണറിമാർ അവരിങ്ങനെ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. കാരണം ഈ അടിമത്ത നിരോധന പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനമാകുന്നതിന് മുൻപ് തന്നെ അടിമകളെ സ്വന്തം നിലയ്ക്ക് വില കൊടുത്ത് വാങ്ങി വിദ്യാഭ്യാസം ചെയ്യിച്ചൊരു പാരമ്പര്യവും അവർക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് വെറും കൊള്ളക്കാരുടെ സംഘം മാത്രമല്ല ഈ ബ്രിട്ടീഷ് അധിനിവേശ സംഘം. അത് പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് ഇൻറ്റൻഷൻ, അവരുടെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കും, പക്ഷെ അത് മാറ്റിയിട്ടുണ്ട്. അടിമത്ത നിരോധനത്തിന് അത് മുൻകൈ എടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ മാറുമറയ്ക്കൽ പ്രസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി മുന്നോട്ടെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തത് ഈ മിഷണറി ബ്രാഞ്ചുകളാണ്. മലയാളിക്കൊരു ആധുനിക രീതിയിലുള്ള ഒരു മലയാള നിഘണ്ടു നിർമ്മിച്ചു തന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിദേശിയാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. ആധുനിക സ്കൂള് ആരാണ് മലയാളിക്ക് തന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പരമ്പരാഗത ആശാൻ പള്ളിക്കൂടത്തിൽ നിന്നല്ല ആധുനിക സ്കൂൾ ഉണ്ടായത്.
നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നുമല്ല ആധുനിക സ്കൂൾ ഉണ്ടായത്. അതിനെ വെട്ടിമാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ആധുനികാർത്ഥത്തിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകനും എന്ന സ്കൂൾ എന്ന് പറഞ്ഞ സങ്കല്പം ഇവിടെ നിർമ്മിച്ച് തന്നത് കൊളോണിയൽ ഭരണകാലഘട്ടത്തിലെ ഇടപെടലുകളാണെന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഈ തിരുവിതാംകൂറിലെ മഹാരാജാവ് 1836 ആദ്യമായൊരു സ്കൂളിന് തറക്കല്ലിടുന്നത് 1836 ഒരു സ്കൂൾ നിർമ്മിക്കാൻ ആലോചന തുടങ്ങുന്നത്. ഈ സമയത്ത് 120 കൊല്ലമായിരുന്നു മിഷണറിമാർ കോളേജ് നിർമ്മിച്ചിട്ട്. 1816 CMS കോളേജ് നിർമ്മിച്ചിട്ട് 120-ാം കൊല്ലമാണ് നമ്മുടെ മഹാരാജാവ് പ്രജകളുടെ പൊന്നുതമ്പുരാൻ ഒരു ആധുനിക സ്കൂളിന് തറക്കല്ലിടുന്നത് നമ്മൾ അറിയണം. മാത്രമല്ല, തറക്കല്ലിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തമ്പി ഞാൻ അരാജകത്വത്തിന് തറക്കല്ലിട്ടിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസം അരാജകത്വത്തിലേക്ക് വഴി തുറക്കുമെന്ന് വിചാരിച്ച രാജാക്കന്മാർ ഭരിച്ചൊരു സ്ഥലമാണ് നമ്മുടേതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ആധുനികവൽക്കരണത്തെ, ആധുനിക മൂല്യങ്ങളെ, ആധുനിക ജീവിതത്തെ എപ്പോഴും ഫലപ്രദമായി തടഞ്ഞു നിർത്തിയ ഈ സംവിധാനത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ് യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം ഇന്ത്യക്കകത്ത് നിർമ്മിച്ചെടുത്തത്. അവരിൽ പ്രധാനികളാണ് മഹാത്മാ അയ്യൻകാളിയോ, ശ്രീനാരായണ ഗുരു, ടിപ്പു സുൽത്താൻ അടക്കം. ടിപ്പു സുൽത്താൻ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രം നശിക്കാറായി കിടപ്പുണ്ടെങ്കിൽ അത് ടിപ്പു തകർത്താണെന്ന് പറയുന്ന ഒരു പാരമ്പര്യമുള്ളൊരു സ്ഥലമാക്കൽ. വെറുതെ ഞാൻ പറഞ്ഞേക്കുക ടിപ്പു തകർത്താണെന്ന്. ടിപ്പു സുൽത്താൻ വലിയ ക്രൂരനായ ഭരണാധികാരിയാണ് എന്നൊക്കെ വളരെ വലിയ മിത്തുകളുണ്ട്. എല്ലാ ഭരണാധികാരികളും ചെയ്ത ക്രൂരതകളുടെ അപ്പുറം എന്തെങ്കിലും ക്രൂരത അദ്ദേഹം ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതിന് വേറൊരു സംഗതിയാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആ മലബാറിൽ മൊത്തം റോഡൊക്കെ വെട്ടിയാണ്. പീരങ്കി റോഡുകൾ എന്നറിയപ്പെടുന്നത്. അയാളുടെ പീരങ്കിപ്പടയ്ക്ക് കടന്നു വരാൻ വേണ്ടിയാണ് റോഡ് വെട്ടിയത്. തീർച്ചയായും ആ ഒരു ഉദ്ദേശം ഓർക്കുണ്ട്. കൂടെ ജനങ്ങളും വരുമല്ലോ. പീരങ്കി മാത്രമല്ല, ജനങ്ങളും കയറി നടക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ റോട്ടിലൂടെ കയറി നടക്കുകയാണെങ്കിൽ സ്ത്രീകൾ മാന്യമായിട്ട് മേൽമുണ്ട് ധരിച്ചിട്ട് കയറി നടക്കാവുന്ന ഉത്തരവിറക്കിയ ആളാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ഈ നിയമങ്ങൾ, ഭരണകൂടം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഈ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മാത്രം ഉണ്ടായ സ്ഥാപനങ്ങളാണ് എന്നതൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് ബാധകമായൊരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ഭരണാധികാരികൾ, ഭരണ നടപടികൾ ഒക്കെ യഥാർത്ഥത്തിൽ ഇപ്പം മഹാത്മാ അയ്യൻകാളിക്ക് മഹത്തായൊരു പ്രക്ഷോഭം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും വിജയിപ്പിക്കാനും കഴിഞ്ഞൊരു സാഹചര്യം ഒരുക്കിയത് കേരളത്തിലെ രാജാക്കന്മാരല്ല, മറിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു സപ്പോർട്ട്, അത് ഈ കൊളോണിയൽ അധികാരത്തെ നമ്മൾ തെറ്റായി മനസ്സിലാക്കരുത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ഗൈഡഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിനകത്ത് ഈ കൊളോണിയൽ അധികാരം എന്നത് വ്യത്യസ്ത രൂപങ്ങളിലാണ്. ഇപ്പം വെലുത്തമ്പി ദളവ പറഞ്ഞൊരു കാര്യം, ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ വിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അതിന് പുള്ളി കുറേ കണ്ടീഷൻ വെച്ചു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞ വിളംബരത്തിൽ. അതിനകത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജാതി മര്യാദകൾ പാലിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറല്ലാത്തത് കൊണ്ട് അവർ തിരുവിതാംകൂർ വിടണമെന്നാണ് പറഞ്ഞത്. ജാതി മര്യാദകൾ പാലിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കാത്തത് കൊണ്ട് ബ്രിട്ടീഷുകാർ പൊക്കോളെന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്ന വേലുത്തമ്പി ദളവ. അതാണ് അദ്ദേഹമാണ് നമ്മുടെ ആധികാരിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ദേശീയ വിപ്ലവകാരിയായിട്ട് വരുന്നത്. എന്നാൽ അതേ കൊളോണിയൽ കക്ഷികളോട് ഗുരു പറഞ്ഞൊരു കാര്യം, എനിക്ക് ബ്രിട്ടീഷുകാരാണ് സന്യാസം തന്നതെന്ന് പറഞ്ഞു. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരത്തെ വെള്ളപൂശുക എൻ്റെ ലക്ഷ്യമല്ല, മറിച്ച് കൊളോണിയൽ അധികാര ഇടപെടലുകൾ ഇന്ത്യൻ സമൂഹത്തെ ഏതൊക്കെ നിലക്കാണ് മാറ്റിയത് എന്ന് നമ്മൾ അറിയാതെ പോയാൽ ഇനിയും നമ്മൾ ഈ പറഞ്ഞ ചതിക്കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇന്ത്യ ചരിത്രത്തിൽ നീതിയുടെ ശബ്ദം ഉയർന്നു വന്നത് ഈ പറയുന്ന മാർജിനൽ കമ്മ്യൂണിറ്റീസ് എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട ദലിതരോ ആദിവാസികളോ പിന്നോക്കക്കാരോ സ്ത്രീകളോ ഒക്കെ അടങ്ങുന്ന വിഭാഗങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക തത്വം ഇന്ത്യ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു പാഠമായി ഇരിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഈ ധാരകൾ ഒത്തുചേർന്നൊരു സ്ഥലമായിരുന്നു നമ്മുടെ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നൊരു കാര്യം. ഈ വ്യത്യസ്ത ധാരകൾ ദേശീയ പ്രസ്ഥാനം മാത്രമായില്ല, വ്യത്യസ്തമായ ധാരകൾ, നാട്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, വനിതകളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള കീഴ്ത്തട്ടിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തരായ നിരവധി പ്രതിനിധികൾ ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലമായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. 47 മുതൽ 49 വരെയുള്ള കാലത്ത് അവർ കൂടിയിരുന്ന്
രണ്ടര വർഷക്കാലം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് താല്പര്യങ്ങളുടെ ഒരു സംഘർഷവേദിയായി നമ്മൾ കാണും. ഭരണഘടനാ അസംബ്ലിയെ വ്യത്യസ്ത താല്പര്യങ്ങൾ ഒരുമിച്ച് വരികയും സംഘർഷപ്പെടുകയും ചെയ്തൊരു സ്ഥലമാണ്. അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ ഒരു ഭരണഘടനാ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അതിലൊന്ന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വലിപ്പം ഇത്രയും ഉണ്ടായത് എന്താണെന്ന ചോദ്യത്തിന് എപ്പോഴും പറയുക, അത് ഈ പല രാജ്യങ്ങളിൽ നിന്നും കോപ്പി അടിച്ച് അതിനിങ്ങനെ വലിപ്പം കൂടിപ്പോയതാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അത് തികച്ചും തെറ്റായൊരു കാര്യം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിപ്പം ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കേവലം നിയമം മാത്രം പറയുന്നൊരു പുസ്തകമല്ല. ആ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന എക്സിക്യൂട്ടീവ് പോർഷൻ കൂടിയുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന. സ്ത്രീകൾക്ക് നീതി കൊടുക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, അതെങ്ങനെ കൊടുക്കാം, അതിൻ്റെ സംവിധാനം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഭരണഘടനാ അനുശാസനം എങ്ങനെയായിരിക്കണം, അതിൽ ഗവർണർ എന്ത് ചെയ്യണം, ഭരണാധികാരി എന്ത് ചെയ്യണം, പ്രസിഡന്റ് എന്ത് ചെയ്യണം, പാർലമെന്റ് എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനൂടി ഉത്തരം അതിനകത്ത് ഉണ്ട്. അത് ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ നീതി ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ദളിതർക്ക് നീതി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞാൽ ഒരിക്കലും നീതി കിട്ടില്ല. നീതി കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കണം, അതിനൊരു കമ്മീഷനെ നിയമിക്കാൻ ഭരണഘടന വകുപ്പുണ്ട്. ആ കമ്മീഷൻ കാര്യങ്ങൾ അന്വേഷിക്കണം. ആ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കണം. പ്രസിഡന്റ് നോക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നിയമനിർമ്മാണം നടത്താൻ ആവശ്യപ്പെടണം. ഇങ്ങനെ തുടങ്ങി A to Z എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നീതി കിട്ടില്ല എന്നതുകൊണ്ടാണ് അത്ര വിശദമായ ഒരു ഭരണഘടന ഇന്ത്യക്ക് എഴുതേണ്ടി വന്നത്. ഇതൊരു ചരിത്രപരമായ ഒരു ആവശ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ, നമ്മൾ ഇന്ത്യയിലെ പൗരന്മാർ ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എല്ലാവരും തുല്യരാണ് എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ജീവത്തായ പ്രഖ്യാപനം. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വംശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ ഒരാളും വിവേചനം അനുഭവിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി എഴുതിയ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. ഏറ്റവും ആധികാരികമായ അതാണ് അതിൻ്റെ വിപ്ലവകരമായ ഉള്ളടക്കമെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ കേവലമായ ഒരാദർശപരതയിലല്ല ഇന്ത്യൻ ഭരണഘടന നിലയുറപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഇന്ത്യൻ ഭരണ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്നതിലേക്കും മിഴി തുറക്കുന്നുണ്ട്. അവിടെ ഭരണഘടന പറയുന്നൊരു കാര്യം, ഏതെങ്കിലും സമൂഹം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് പ്രത്യേകമായ ചില അവകാശങ്ങൾ കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നതിലൂടെ ഇന്ത്യൻ സമൂഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇക്വാളിറ്റിയിലല്ല ജീവിക്കുന്നതെന്നും ഇന്ത്യൻ സമൂഹം വ്യത്യസ്തമായ സാമൂഹിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെന്നും അതിപിന്നോക്കമായി നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിലൂടെ നീതി ഉറപ്പിലാക്കാൻ കഴിയൂ എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അവിടെ നടന്ന 2 ചർച്ചകൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. അതിലൊരു ചർച്ച ഭാരതീയ പാരമ്പര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന ഊന്നാത്തത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടന വളരെ പെട്ടെന്ന് തന്നെ അപ്രസക്തമായി തീരും എന്നാണ് ഒരു മെമ്പർ പറയുന്നത്. ഭാരതീയ പാരമ്പര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന ഊന്നുന്നില്ല. എന്താണ് ഈ ഭാരതീയ പാരമ്പര്യം? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇന്ത്യക്ക് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ മൂല്യങ്ങളെ എല്ലാ കാലത്തും തടഞ്ഞു നിർത്തിയ, അതിനെ അപ്രസക്തമാക്കിയ, ഒരുപക്ഷെ അതിൻ്റെ വിപരീത ദിശയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന മൂല്യമണ്ഡലത്തിൽ നിന്നും എന്താണ് ഭരണഘടനയ്ക്ക് എടുക്കാനുള്ളത് എന്ന ചോദ്യമാണ് നമ്മൾ തിരിച്ച് ഉന്നയിക്കേണ്ടത്. ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറഞ്ഞൊരു മറുപടി, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മനുഷ്യവംശം ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നിന്നാണ് നമ്മൾ ഊർജം സ്വീകരിക്കേണ്ടത്, അതല്ലാതെ കേവല പാരമ്പര്യങ്ങളിൽ നിന്നല്ല എന്ന് അംബേദ്കർ പറഞ്ഞു. ഏതായാലും ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്നും കാര്യമായിട്ടൊന്നും ഇന്ത്യൻ ഭരണഘടന സ്വാംശീകരിക്കാതിരുന്നത് കൊണ്ട് തീർച്ചയായും ഇന്ത്യൻ ഭരണഘടനയും അത് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ സങ്കല്പങ്ങളും ഇപ്പോഴും വളരെ പ്രസക്തമായി തുടരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ചർച്ചയിൽ നമ്മൾ കാണുക. രണ്ടാമതൊരു കാര്യം, ഇന്ത്യയിലെ ഭരണത്തിൻ്റെ, ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്തായിരിക്കണമെന്നൊരു ചോദ്യം ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഗാന്ധിയുടെ ശിഷ്യന്മാർ സഭയിൽ ഉണ്ടാകുന്നവർ പറഞ്ഞൊരു കാര്യം, ഗ്രാമങ്ങളായിരിക്കണം ഇന്ത്യൻ
ഭരണത്തിൻ്റെ യൂണിറ്റ് എന്ന്. ഗ്രാമങ്ങളെക്കുറിച്ച് ഗാന്ധിക്ക് വളരെ അതിഭൗതികമായിട്ടുള്ള സ്വപ്നതുല്യമായിട്ടുള്ള വലിയ ആദർശം കൊണ്ട് നടന്ന ഒരാളാണ് ഗാന്ധി. ഇന്ത്യയിലെ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവനും വളരെ സ്വച്ഛന്തമായും സന്തോഷമായിട്ടും സംതൃപ്തമായും ജീവിക്കുകയാണെന്നായിരുന്നു ഗാന്ധി യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സ്വന്തം കടമകൾ നിറവേറ്റി ആഹ്ലാദത്തോടെ ജീവിക്കുന്ന വിഭാഗങ്ങളാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഉള്ളത് എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധിക്ക് അങ്ങനെ വിചിത്രമായ സങ്കല്പങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരാളാണ്. ഒരു ഗാന്ധിയൻ വിമർശനത്തിലേക്കൊന്നും കടക്കാതെ തന്നെ ഈ ഗ്രാമങ്ങളായിരിക്കണമെന്ന ഗാന്ധിയുടെ ആവശ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തള്ളിക്കളയപ്പോൾ അവർ പറഞ്ഞ ന്യായം വ്യക്തിയായിരിക്കണം. ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭരണ യൂണിറ്റ് വ്യക്തിയായിരിക്കണം എന്ന് പറയും. വ്യക്തിയായിരിക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ വ്യക്തിയെപ്പോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യൻ സമൂഹത്തിനകത്തെ വിഭാഗങ്ങൾ. ചില വിഭാഗങ്ങളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ആദിവാസികളെ ഇന്ത്യൻ ഭരണഘടന നിർണ്ണയിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ആരാണ് ആദിവാസികളെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്നത് ഈ മുഖ്യധാരാ സമൂഹത്തിൽ നിന്നും മാറി, കൂടുതൽ ബന്ധപ്പെടാതെ മാറി റിമോട്ട് ഏരിയയിൽ താമസിച്ചവർ എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡമായി എടുക്കുന്നത്. ആ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ പരിഗണന കൊടുക്കേണ്ടി വരും. ഈ പട്ടികജാതിക്കാരെ നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നാണെന്നറിയോ? നിരവധി മാനദണ്ഡങ്ങൾ. ഒരു മാനദണ്ഡം ബ്രാഹ്മണരുടെ സേവനം ലഭിക്കാത്ത വിഭാഗങ്ങളാണ്. 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ആരാണ് പട്ടികക്കാർ എന്ന ചോദ്യത്തിൻ്റെ ഒരു മാനദണ്ഡം ബ്രാഹ്മണരുടെ സേവനം ലഭിക്കാത്ത വിഭാഗങ്ങളെന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ മൈക്ക് കെട്ടി കവലയിലൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിരപുരാതന കാലം മുതലേ ഈ ദലിതരും ആദിവാസികളും ബ്രാഹ്മണരും എല്ലാം കൂടിക്കുഴഞ്ഞ് ജീവിച്ച് വേർതിരിച്ചെടുക്കാനാവാത്ത വിധം വളരെ സമഞ്ജസമായ സംസ്കാരമാണ് ഇന്ത്യ എന്നൊക്കെ ഇപ്പോൾ ഈ ആൾക്കാർ പറയുന്നത്. അവരൊക്കെ ഇത് മനസ്സിലാക്കിയാൽ കൊള്ളാം. 35 ആരാണ് പട്ടികക്കാരെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ പറയുന്നത് ഈ പറഞ്ഞ ബ്രാഹ്മണൻ്റെ സേവനം ലഭിക്കാത്തവർ എന്നാണ്. അപ്പോൾ ഈ വിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകമായ അവകാശം കൊടുക്കണം. ഒരു ആധുനിക ദേശരാഷ്ട്രത്തിനകത്ത് വ്യക്തിക്ക് മാത്രമല്ല വിഭാഗങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നതിലൂടെ ഈ ലിബറൽ ഡെമോക്രസിയുടെ സങ്കല്പങ്ങളിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ ജനാധിപത്യം ചെയ്യുന്നത്. ഇന്ത്യൻ ജനാധിപത്യം എന്ന യൂറോപ്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കോപ്പിയടിയല്ല, അത് വെറുതെ പറയുന്നതാണ്. മറിച്ച് ഈ സങ്കീർണമായ ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം എങ്ങനെ ഇന്ത്യക്കകത്ത്, ഇന്ത്യൻ ദേശരാഷ്ട്രത്തിനകത്ത് പ്രായോഗികമാക്കാമെന്നതിനെ സംബന്ധിച്ച് വിശദമായ ആലോചനകൾ നടന്നൊരു സ്ഥലമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് നമ്മൾ കാണണം. അങ്ങനെ രൂപപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ഈ ഇന്ത്യൻ ഭരണഘടന ഒരു ധാർമ്മികതയെ, ഏതൊരു ഭരണഘടനയും ഒരു ധാർമ്മികതയെ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികത എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിൻ്റെ പ്രിയാമ്പിളാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. പ്രിയാമ്പിൾ പറയുന്നൊരു കാര്യം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന അത് പറയുന്ന എല്ലാ മനുഷ്യർക്കും, ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും തുല്യതയും നീതിയും ഉറപ്പു ചെയ്യുകയും അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ല മതസ്വാതന്ത്ര്യത്തിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും എല്ലാം അവകാശം ഉറപ്പിക്കുകയും മനുഷ്യർക്കിടയിൽ, ഈ പൗരന്മാർക്കിടയിൽ നീതിയും സാഹോദര്യവും ഉറപ്പുവരുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയും അങ്ങനെ ഒരു ആദർശാത്മകമായൊരു സമൂഹത്തെയാണ് ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്നതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അതായത് ഇന്ത്യയിൽ മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കിടയിലും നീതിയും സമത്വവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണമെന്നും അവർക്കിടയിൽ സാഹോദര്യം ഉണ്ടായിരിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ യുക്തിക്കകത്ത് നിന്നുകൊണ്ട് അത് മുന്നോട്ട് വെക്കുന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നോക്കിക്കാണുവാനും പരിശോധിക്കുവാനും അതിനെ റിഫോം ചെയ്യുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമുക്കിടയിലുള്ളൊരു വലിയൊരു പ്രശ്നം, ഇന്ത്യൻ ഭരണഘടന ധാർമ്മികത എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉദാഹരണം, ഇന്ത്യൻ ഭരണഘടന 17ാമത്തെ വകുപ്പാണ്. അത് ഈ അയിത്തം നിരോധിച്ച വകുപ്പാണ്. ഈ അയിത്തം നിരോധിച്ച വകുപ്പ് യഥാർത്ഥത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വരുന്നത്. അതിൽ പറയുന്നത് അയിത്തം പാലിക്കുന്നത് കുറ്റകൃത്യമാണെന്നാണ്. 17ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം ക്രിമിനൽ കുറ്റമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യക്കാരൻ വളരെ സ്വാഭാവികമാണെന്ന് വിചാരിച്ച അയിത്ത ആചാരം
അവരുടെ ജീവിതത്തിലെ സ്വാഭാവിക കാര്യമാണ് അയിത്താചാരം എന്ന് പറയുന്നത്. ഈ അയിത്താചാരം 1950 ജനുവരി 26 മുതൽ ഒരു കുറ്റകൃത്യമായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ മര്യാദയ്ക്ക് അയിത്തം പാലിക്കലൊക്കെ അവസാനിപ്പിച്ച് മനുഷ്യനെ പോലെ മനുഷ്യനെ കണ്ട് ജീവിച്ചില്ലെങ്കിൽ ജനുവരി 26 മുതൽ നിന്നെ ഞങ്ങൾ രാഷ്ട്രം കുറ്റവാളിയായി പ്രഖ്യാപിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മനുഷ്യ ജീവിതത്തെ കൂടുതൽ നന്മയിലേക്ക് നയിക്കാൻ പൗരന്മാരെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഉള്ളടക്കമുള്ളൊരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികത, അപ്പോൾ ഈ ധാർമ്മികതയെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഒരു അയിത്തം കണ്ടാൽ, അയിത്താചാരം കണ്ടാൽ അവനൊരു കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ധാർമ്മികത നമുക്ക് സ്വയം കൈവരേണ്ടതുണ്ട്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? സാധാരണ നമ്മളെ കണ്ണടച്ച് പോട്ടെ, അതൊക്കെ എങ്ങനെ നമ്മൾ നാട്ടിൽ നടപ്പില്ല, അങ്ങനെ നടക്കട്ടെ എന്നങ്ങ് വിചാരിക്കും. നമുക്കൊരിക്കലും ഒരു ധാർമ്മിക രോഷം നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. ഒരു കുറ്റകൃത്യം കണ്ടാൽ അത് തെറ്റായിപ്പോയി, അത് ഇന്ത്യൻ ഭരണഘടനയെടുത്ത് ശരിയല്ലെന്നും ഇവിടെയുള്ള നിയമവാഴ്ച അനുസരിച്ച് ശരിയല്ലെന്നും ആധുനിക പൗരത്വത്തിൻ്റെ ധാർമ്മികത അനുസരിച്ച് അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് നമ്മൾ പറയാത്തത് നമ്മൾ ഭരണഘടനാ ധാർമ്മികതയിലേക്ക് വരാത്ത പൗരസമൂഹമായതുകൊണ്ടാണ്. നമ്മളിനിയും നമ്മളൊരു പൗരസമൂഹം നമ്മളിനിയും ഭരണഘടനാ ധാർമ്മികതയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഇന്ത്യ പോലെ വളരെ അക്രമാസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിനകത്ത് നമുക്ക് പൗരന്മാരായി ജീവിക്കണമെങ്കിൽ, എന്ന് പറഞ്ഞാൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന തത്വത്തെ മുൻനിർത്തി ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദ്യമായും അവസാനമായും ഇന്ത്യക്കാരുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കൈമുതൽ ഭരണഘടനാ ധാർമ്മികതയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഇന്ത്യക്കകത്തൊരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. അതൊരു കുറ്റകൃത്യമാണോ അല്ലയോ എന്ന് നോക്കേണ്ടത് അതെത്ര പേര് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, എത്ര പേര് അതിനെതിരെ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് കുറ്റകൃത്യമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അയിത്തത്തിന് ഇപ്പോൾ നമുക്കറിയാം, ഒരു ഗ്രാമത്തിലെ 500 പേരൊക്കെ ഒരുമിച്ച് മാർച്ച് ചെയ്ത് 3 വയസ്സുള്ള കുട്ടിയെ വീടിനകത്തിട്ട് കത്തിക്കുന്നത് ഹരിയാനയിൽ നടന്നൊരു കാര്യമാണ്. 500 പേരെ മാർച്ച് ചെയ്തത്, ആൾക്കൂട്ടമാണ്, അവരെ ബഹുഭൂരിപക്ഷം ആ ഗ്രാമത്തിലെ. അതുകൊണ്ടത് കുറ്റമല്ലാതാവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ ബെൻഡിക് പ്രഭു പറയുന്നുണ്ട്, ബെൻഡിക് പ്രഭു മറ്റേ സതി നിരോധിച്ച ആളാണ്. അപ്പോൾ സതി നിരോധിച്ചിട്ട് അദ്ദേഹം 1812 അദ്ദേഹം പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ പുരുഷന്മാരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സതി നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ബലം പ്രയോഗിച്ച് ആചാരത്തിൻ്റെ പേരിലാണ്, അനുഷ്ഠാനത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സ്ത്രീയെ സതി അനുഷ്ഠിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചാൽ നിങ്ങളെ മുഴുവൻ ഞാൻ തൂക്കിലേറ്റുമെന്നാണ് ആ ഭരണാധികാരി പ്രഖ്യാപിച്ചത്. തൂക്കിലേറ്റേണ്ടതാണ്, ഒരു പുതിയ മൂല്യത്തിന് വേണ്ടി അത് ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പോൾ ഈ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ ഈ നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായ കാര്യം. നമുക്ക് മനുഷ്യരായി, ഇന്ത്യയിലെ വ്യക്തികൾക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അവർ മുന്നോട്ട് വെക്കേണ്ട ധാർമ്മികത സാമൂഹിക ധാർമ്മികതയല്ല, മറിച്ച് ഭരണഘടനാ ധാർമ്മികതയായിരിക്കണമെന്നാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനം, ഈ ഇന്ത്യയെ ഭരിക്കുന്നത് സാമൂഹിക ധാർമ്മികത, നമ്മൾ ജീവിക്കുന്നത് സാമൂഹിക ധാർമ്മികതയ്ക്കകത്താണ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ്, വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ജാതീയമായ ഒരു അതിക്രമം കണ്ടാൽ നമ്മൾ മിണ്ടാതെ അങ്ങ് പോവും. കാരണം അതൊരു സാമൂഹിക ധാർമ്മികത നമ്മളെ പ്രകോപിതനാക്കില്ല. അതൊക്കെ ഒരു സാധാരണ കാര്യമായിട്ട് നമ്മളങ്ങ് എടുക്കും. അതിനകത്ത് അസാധാരണമായി നമുക്കൊന്നും തോന്നില്ല. അങ്ങനെ ഇന്ത്യ ജീവിക്കുന്നത് ഒരു സാമൂഹിക ധാർമ്മികതയ്ക്കകത്താണ്. ഈ സാമൂഹ്യ ധാർമ്മികതയെ മറികടന്ന് മുന്നോട്ട് പോകും. സാമൂഹ്യ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിൽ എന്താണോ നിലനിൽക്കുന്നത് അത് ആത്യന്തികമായി നിലനിന്നേ പറ്റൂ എന്ന് വിചാരിക്കുന്നൊരു മനോഭാവമാണ് സാമൂഹ്യ ധാർമ്മികത എന്ന്. അതിനകത്ത് എന്തെല്ലാം അധാർമികമായ കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും അധാർമികതയായി കാണാതിരിക്കുകയും അതൊരു ധർമ്മമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നൊരു മനോനിലയാണ് സാമൂഹിക ധാർമ്മികത എന്നത്. ഇന്ത്യയിലെ മനുഷ്യർ ജീവിക്കുന്നത് ഈ സാമൂഹിക ധാർമ്മികതയ്ക്കകത്താണ്. അതിൻ്റെ ഒരു ബദൽ, ആ സാമൂഹ്യ ധാർമ്മികതയെ ദുർബലപ്പെടുത്തി നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കി മാറ്റുന്ന ഒരു ബദൽ ആശയപ്രപഞ്ചമാണ് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നൊരു കാര്യം. ഈ ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ചുള്ള കോടതിയുടെ ഒരു നിരീക്ഷണം, അതായത് ഈ സ്വർഗരതി കുറ്റകൃത്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത്, ആ കേസ് പരിശോധിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, ഈ കേസ് ഞങ്ങൾ പരിഗണനയ്ക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഭൂരിപക്ഷ ധാർമ്മികതയെ എടുക്കുന്നില്ല, മറിച്ച്
ഭരണഘടനാ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കും എന്നാണ് കോടതി പറഞ്ഞൊരു കാര്യം. എന്ന് പറഞ്ഞാൽ വോട്ടിനിട്ട് തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ത്യയിലെ പല കാര്യങ്ങൾ വോട്ടിനിട്ടാൽ ബഹുഭൂരിപക്ഷവും ഈ മനുഷ്യ സ്വാതന്ത്ര്യത്തിനും ഒക്കെ എതിരായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സ്വവർഗരതി അനുവദിക്കണോ എന്ന് ചോദിച്ച് നമ്മൾ വോട്ടിലിട്ടാൽ ഈ പറഞ്ഞ വളരെ കണ്ണുനീര് കൊണ്ടാണ് മയിൽ പ്രജനനം നടത്തുന്നത് എന്ന് പറഞ്ഞ ജഡ്ജിമാർ ജീവിച്ചിരിക്കുന്ന ഇന്ത്യ പോലൊരു സ്ഥലത്ത് സ്വവർഗരതി വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നേ പറയുള്ളൂ. 99% പേരും വേണ്ടെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടനാ ധാർമ്മികത അംഗീകരിക്കുന്നില്ല. മറിച്ച് അത് ശാസ്ത്രീയമായി ശരിയാണോ, ഭരണഘടനാ ധാർമ്മികതയ്ക്ക് ശരിയാണോ, ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുന്ന ഒരു 3ാം ലിംഗ വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ടോ, ഇത്യാദി കാര്യങ്ങളാണ് സ്റ്റേറ്റ് പരിശോധിക്കുക. അല്ലാതെ അതിനെതിരെ 100 പേരുണ്ടോ 200 പേരുണ്ടോ എന്നുള്ളത് അതിൻ്റെ ബാധകമായ കാര്യമല്ല. ഇന്ത്യയിലെ എല്ലാ അനീതികളെയും നിരന്തരമായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആൾക്കൂട്ടമാണ് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഫാക്ടർ. ആൾക്കൂട്ടമാണ് നമ്മുടെ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നത്. ആൾക്കൂട്ടങ്ങൾ ചെയ്യുന്ന വളരെ വലിയ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും അതിൻ്റെ അനുബന്ധ സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കൂട്ടത്തിനെതിരെയാണ് ഇന്ത്യൻ ഭരണഘടനാ ധാർമ്മികത എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഭരണഘടനാ ധാർമ്മികതയുടെ പ്രാധാന്യം. അതായത് ഈ ആൾക്കൂട്ടം വെറുതെ ഒരു ആൾക്കൂട്ടമല്ല. ആൾക്കൂട്ടം പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശബരിമലയിൽ കണ്ടതാണ്. ആൾക്കൂട്ടം പറയുന്നത് നൂറ്റാണ്ടുകളായി നിലനിന്ന ആചാരം ലംഘിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. ഇത് പറയണ കേട്ട് കഴിഞ്ഞാൽ 1000-1000-ഓ 2000-ഓ കൊല്ലമായിട്ട് സ്ത്രീകൾ പ്രവേശിക്കാത്ത ഒരു സ്ഥലമാണ് ശബരിമല എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം 93-ലാണ് ഈ കേരള ഹൈക്കോടതി സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിധി പുറപ്പെടും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 93-ന് മുമ്പ് സ്ത്രീകളോട് പ്രവേശിക്കുമായിരുന്നു എന്നാണ് സാമാന്യ ബുദ്ധി നമ്മളോട് പറയുന്നൊരു കാര്യം. ഇവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് പറയുന്ന ഈ ശബരിമലയിൽ ഈ ബ്രാഹ്മണരുടെ പൂജകൾ തുടങ്ങിയിട്ട് പോലും 100-116 വർഷമേ ആയിട്ടുള്ളൂ എന്നതാണ് എഴുതപ്പെട്ട ചരിത്രം നമ്മളോട് പറയുന്നൊരു കാര്യം. ഇതിനിടയ്ക്ക് സ്ത്രീകൾ കൂട്ടത്തോടെ പോവുകയൊക്കെ ചെയ്തു. മലയാളി നേതാക്കൾ പറയുന്നൊരു കാര്യം, ശബരിമലയുടെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിച്ചവരാണ് ഞങ്ങൾ, പിന്നെ ഇവരെന്നെ ഈ പറയുന്നതാണ് ചോദിക്കുന്നത്. ശബരിമലയുടെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിച്ച ആൾക്കാരാണ് ഞങ്ങൾ, പിന്നെ ഇവർ ഈ സ്ത്രീകൾ കയറരുത് പോകരുതെന്നൊക്കെ ആരോടാ പറയുന്നത് അവർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ ആൾക്കൂട്ടം അത്രയും വലിയൊരു ആൾക്കൂട്ടമായതുകൊണ്ട് നമ്മളെല്ലാം ഭയന്നു പോയി. പുരോഗമന കേരളം പെട്ടെന്ന് ഞെട്ടിപ്പോയി. പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വന്നു. അവർ നാമജപ ഘോഷയാത്രയായിട്ട് രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ പുരോഗമന പാർട്ടികളടക്കം പുറകോട്ട് പോവുകയത് നമ്മളൊരു ഗൗരവമായി കാണും. ഞാൻ വിചാരിക്കുന്നത് ഈ പുരോഗമന കക്ഷികൾക്ക് ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ അവർ ആ കാര്യത്തെ തെരുവിൽ പ്രതിരോധിക്കും. ഇതിവിടെ നടക്കില്ല എന്ന്, ഭരണഘടനാ വാഴ്ചയാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അവരും ഈ സാമൂഹ്യ ധാർമ്മികതയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സമകാലീന സാഹചര്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ സന്ദർഭത്തെ എന്ന് പറയുന്ന ഹിന്ദുത്വ ഭീകരതയെ, ബ്രാഹ്മണിക്കൽ ഭീകരതയെ ഇന്ത്യയിൽ പ്രതിരോധിക്കാൻ ഉത്തമമായ പ്രധാനപ്പെട്ട നമ്മുടെ ആയുധങ്ങളിലൊന്ന് ഭരണഘടനാ ധാർമ്മികതയാണ് എന്നുള്ളത്. ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വിശ്വാസമില്ലാത്തവർക്ക് അത്തരമൊരു പ്രസ്ഥാനത്തെ മുന്നോട്ടെടുക്കാൻ കഴിയില്ല. ജനാധിപത്യത്തെ ജീവവായുവായി കണ്ട ഡോക്ടർ BR അംബേദ്കറുടെ തത്വങ്ങളെ മുൻനിർത്തി അദ്ദേഹം കൂടി വളരെ സജീവമായ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനാ ധാർമ്മികതയെ മുൻനിർത്തിയുള്ള വിശാലമായൊരു പ്രസ്ഥാനത്തിന് മാത്രമേ ഈ ബ്രാഹ്മണ്യ ശക്തികളോട് കണക്ക് തീർക്കാൻ പറ്റൂ. ബ്രാഹ്മണ്യ ശക്തികൾക്ക് മുന്നിൽ നിശബ്ദമായി പോകുന്ന പുരോഗമന പക്ഷത്തിനൊന്നും ഇനി കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടതുള്ളൂ. ഡോക്ടർ BR അംബേദ്കറുടെ ഈ ജന്മദിനത്തിൽ നമ്മൾ ഭരണഘടനയെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചൊക്കെ ഗൗരവമായി ആലോചിക്കുന്നത് ഒരു ആധുനിക ജനാധിപത്യ മതേതര ഇന്ത്യയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ആഗ്രഹിക്കുന്നത് മധ്യകാല മഹിമകളെ നമ്മുടെ മനസ്സിലേക്ക് എഴുന്നള്ളിക്കുന്ന, മധ്യകാലത്തെ സാമൂഹ്യ ജീവിതത്തെ ആദർശവൽക്കരിക്കുന്ന ഒരു ആർഷ ഭാരതത്തെ നിർമ്മിക്കാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ശ്രമങ്ങളിൽ നിന്ന് ഭിന്നമായി ഒരു ആധുനിക ജനാധിപത്യ മതേതര ഇന്ത്യയെ
നിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കടമ. അക്കാര്യത്തിൽ ഡോക്ടർ B.R. അംബേദ്കറുടെ ജീവിതവും ദർശനങ്ങളും ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായി നാം ഏറ്റെടുക്കണം. അതിനെ മുന്നോട്ട് നയിക്കുന്നതിലൂടെ മാത്രമേ ഈ ഹിന്ദുത്വ സമകാലീന രാഷ്ട്രീയത്തെ മലീമസമാക്കിക്കൊണ്ട്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാവശ്യം കൂടി മോഡി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെ വന്നാൽ ഇന്ത്യൻ റിപ്പബ്ലിക്ക് രക്തപങ്കിലമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രമേൽ ചിന്താശൂന്യമായ ഒരാൾക്കൂട്ടമാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത്. അവരെന്തിനും മടിക്കാത്ത, കേരളത്തിൽ അവർക്ക് വലിയ അധികാരമൊന്നുമില്ല, എന്നിട്ട് അവരുടെ മുന്നിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പതറിപ്പോയി എന്നത് ചെറിയ കാര്യമായി നമ്മൾ കാണരുത്. ആ നിലക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിശാലമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ രൂപം കൊള്ളേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഈ ചർച്ച നടത്തുന്നത്. ഇവിടെ നടത്തിയ ഈ വിഷയം, അതായത് ഭരണഘടനാ ധാർമ്മികത എന്ന വിഷയം നമ്മൾ കൂടുതൽ ഗൗരവമായി പഠിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. എല്ലാവർക്കും ഡോക്ടർ B.R. അംബേദ്കറുടെ പേരിലുള്ള ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.